ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ സ്നേഹം നിറഞ്ഞ നാമത്തിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും എൻ്റെ എളിയ സ്നേഹവന്ദനം. നാം ബൈബിൾ പഠിച്ച് മുന്നോട്ട് പോവുകയാണ്. കർത്താവായ യേശു ക്രിസ്തുവിനെ അനുഭവിച്ചുകൊണ്ട് നാം ഓരോ ദിവസവും മുന്നോട്ട് പോവുകയാണ്. അനുഭവങ്ങളുടെ ജീവിതമാണല്ലോ ക്രിസ്തീയ ജീവിതം. ഓരോ ദിവസവും പുതിയ പുതിയ പുത്തൻ അനുഭവങ്ങൾ, പുതിയ വഴിയിലൂടെ ദൈവം നടത്തുന്നു. എന്തൊരു മനോഹരമാണ് ക്രിസ്തീയ ജീവിതം. പ്രശ്നങ്ങളില്ലാഞ്ഞിട്ടല്ല, പ്രശ്നങ്ങളും പ്രതിസന്ധികളും എല്ലാം ധാരാളം ഉണ്ടെങ്കിലും നടത്താൻ ഒരു ദൈവമുണ്ടെന്നുള്ള ഉറപ്പ്, വഴി കാണിക്കാൻ വഴികാട്ടിയായ പരിശുദ്ധാത്മാവുണ്ടെന്നുള്ള ഉറപ്പ്, സംരക്ഷണം തരാൻ സ്വർഗീയ ദൈവം കൂടെയുണ്ടെന്നുള്ള ഉറപ്പ്, പാതയിൽ ദൈവമായി വചനം ഉണ്ട് എന്നുള്ള ധൈര്യം. എപ്പോഴും നമ്മുടെ ജീവിതത്തിൽ ഈ ധൈര്യം വേണം. ഞാൻ മുന്നോട്ട് പോകുമ്പോൾ എന്നെ ആര് നടത്തും? ആത്മീയമായി എനിക്ക് ആര് വഴി കാണിച്ചു തരും? ഇങ്ങനെ ചിന്തിച്ച് നാം കലങ്ങേണ്ട ആവശ്യമില്ല. ജീവനുള്ള ദൈവം തൻ്റെ വചനം നമുക്ക് തന്നിട്ടുണ്ട്. പാതയ്ക്ക് ദൈവമായ വചനം മാത്രമല്ല, ജീവനുള്ള ദൈവം തൻ്റെ പരിശുദ്ധാത്മാവ് നമ്മുടെ മധ്യത്തിൽ അയച്ചിട്ടുണ്ട്. പരിശുദ്ധാത്മാവ് ഏറ്റവും നല്ല വഴികാട്ടിയാണ്. സ്വർഗത്തിലെ ദൈവം നമ്മെ ദിനംതോറും വഴി നടത്തുന്നു. നാം ബൈബിൾ പഠിക്കാൻ അല്പമായി ശ്രമിക്കുകയാണ്. ഞാൻ ഇത് പഠിപ്പിക്കുകയല്ല, നിങ്ങളോടൊപ്പം പഠിക്കുകയാണ്. എൻ്റെ കർത്താവിൻ്റെ വചനത്തിൻ്റെ വഴികൾ, വചനത്തിൻ്റെ ആഴങ്ങൾ, വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന സത്യങ്ങൾ, അത് ഞാനും തിരിച്ചറിഞ്ഞ് ഞാൻ കർത്താവിനെ മതിമറന്ന് ആരാധിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് കർത്താവിൻ്റെ തിരുവചനം ധ്യാനിക്കാം. പരിശുദ്ധാത്മാവ് എന്ന വിഷയമാണ് നാം ചിന്തിച്ചു വരുന്നത്. കുറേ കാര്യങ്ങൾ നാം ചിന്തിച്ചു വേദപുസ്തകത്തിൻ്റെ താളുകളിലൂടെ പരിശുദ്ധാത്മാവിൻ്റെ ഒഴുക്ക് നാം അനുഭവിച്ച് മുന്നോട്ട് നാം പോവുകയായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം നാം ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗലിനെ കുറിച്ച് പഠിച്ചു. ശൗലിൻ്റെ മേൽ ആത്മാവ് വന്നു, ശൗല് പ്രവചിച്ചു. ശൗല് ഒന്നാമത്തെ രാജാവായി ദൈവത്തിൻ്റെ പ്രിയ പ്രവാചകനായ ശമൂവേൽ പ്രവാചകനിലൂടെ അഭിഷേകം പ്രാപിച്ച് ശൗൽ എല്ലാ മേഖലകളിലും മുന്നോട്ട് വന്നുവെങ്കിലും തനിക്ക് ലഭിച്ച പരിശുദ്ധാത്മാവിനെ, അഭിഷേകത്തെ വേണ്ടതുപോലെ ഉപയോഗിക്കാത്തതുകൊണ്ട് ശൗലിൻ്റെ ജീവിതത്തിൽ ചില വീഴ്ചകളും ഒടുവിൽ അത് വലിയ പരാജയവുമായി തീർന്നുവെന്ന് നാം ചിന്തിച്ചു. ശൗലും പുത്രന്മാരും ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി എന്ന് തിരുവചനം രേഖപ്പെടുത്തിയിരിക്കുന്നു. എന്നാൽ ശൗലിന്മേൽ ദൈവം തൻ്റെ ആത്മാവിനെ, അഭിഷേകത്തെ, രാജസ്ഥാനത്തെ പകർന്നതുകൊണ്ട് ദൈവം ദുഃഖിച്ചു. ശൗലിൻ്റെ സ്വഭാവം കണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ പുറമേയുള്ളതായ ശുശ്രൂഷകളോ നമ്മുടെ പുറമേയുള്ളതായ എല്ലാം കണ്ടല്ല ദൈവം സന്തോഷിക്കുന്നത്, നമ്മെ തന്നെ കണ്ടാണ്. ഹാബേലിലും അവൻ്റെ വഴിപാടിലുമാണ് ദൈവം പ്രസാദിച്ചത്. കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. കയീനിൽ പ്രസാദിക്കാതിരുന്നുകൊണ്ടാണ് അവൻ്റെ വഴിപാടിൽ പ്രസാദിക്കാത്തത്. ഹാബേലിൽ പ്രസാദിച്ചതുകൊണ്ടാണ് അവൻ്റെ വഴിപാടിൽ പ്രസാദിച്ചത്. വഴിപാടിൻ്റെ വലിപ്പമല്ല, ആ വ്യക്തിത്വമാണ് ഇമ്പോർട്ടൻ്റ്. നമ്മുടെ ജീവിതത്തിലും നമ്മുടെ ശുശ്രൂഷകളോ നമ്മുടേതായ മറ്റ് പുറമേയുള്ള ഒന്നുമല്ല ദൈവം നോക്കുന്നത്. മോനെ, നിൻ്റെ ജീവിതം എങ്ങനെ, നിൻ്റെ ഇന്നർ മാൻ എങ്ങനെ, നിൻ്റെ അകത്ത മനുഷ്യൻ ഓരോ ദിവസവും പുതുക്കം പ്രാപിക്കുന്നുണ്ടോ, ദൈവസ്നേഹത്താൽ നിറയുന്നുണ്ടോ, വിശുദ്ധിക്ക് വേണ്ടി ദാഹിക്കുന്നുണ്ടോ, പരിശുദ്ധാത്മാവിൻ്റെ നിറവിന് വേണ്ടി കൊതിക്കുന്നുണ്ടോ, യേശുക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ വരവിന് വേണ്ടി നീ നിന്നെ തന്നെ ഒരുക്കിയാണോ ഇരിക്കുന്നത്? അനേകരെ ഒരുക്കുവാനുള്ള ദാഹം നിനക്ക് എത്രയുണ്ട്? എല്ലാം തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. മേനെ തെക്കേൽ ഊഫർസീൻ, ഞാൻ നിന്നെ തുലാസിൽ തൂക്കി നോക്കി കുറവുള്ളവനായി കണ്ടിരിക്കുന്നുവെന്ന് നാം തിരുവചനത്തിൽ വായിക്കുന്നു. നമ്മെയും തൂക്കി നോക്കുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവത്തിൻ്റെ സന്നിധിയിൽ നമുക്ക് വിശ്വസ്തരായി നിൽക്കാം. ഹല്ലേലൂയ. ഇസ്രായേലിൻ്റെ ഒന്നാമത്തെ രാജാവായ ശൗൽ പരാജയപ്പെട്ടു എന്ന് ദൈവം അറിഞ്ഞപ്പോൾ ദൈവം രാജസ്ഥാനത്ത് നിന്ന് അവനെ നീക്കി. തനിക്ക് ബോധിച്ചതായ ഒരു പുരുഷനെ അന്വേഷിച്ച് തൻ്റെ പ്രവാചകനായ ശമൂവേലിനെ ദൈവം അയക്കുകയാണ്. അതാണ് നാം കാണുന്നത്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. കർത്താവിൻ്റെ സ്തോത്രം. ശമൂവേൽ പ്രവാചകൻ്റെ ഒന്നാമത്തെ പുസ്തകം 16-ാം അധ്യായത്തിൽ, അനന്തരം യഹോവ ശമൂവേലിനോട്, ഇസ്രായേലിലെ രാജസ്ഥാനത്ത് നിന്ന് ഞാൻ ശൗലിനെ തള്ളിയെന്നറിഞ്ഞിരിക്കെ നീ അവനെക്കുറിച്ച് എത്രത്തോളം ദുഃഖിക്കും? കൊമ്പിൽ തൈലം നിറച്ച് പുറപ്പെടുക. ഞാൻ നിന്നെ ബേത്ലഹേമിനായ ഇശായിയുടെ അടുക്കൽ അയക്കും. അവൻ്റെ മക്കളിൽ ഞാൻ ഒരു രാജാവിനെ കണ്ടിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു. ശൗൽ രാജസ്ഥാനത്ത് നീങ്ങിപ്പോയെന്ന് കണ്ടപ്പോൾ പ്രവാചകനായ ശമൂവേൽ ദുഃഖിച്ചു. കാരണം ആ പ്രവാചകൻ്റെ തൈലക്കൊമ്പിൽ നിന്നാണ് ദൈവം തൈലം പകർന്നത്. ആ പ്രവാചകന് തീർച്ചയായും ദുഃഖം വരാം. കാരണം താൻ മുഖാന്തരം രക്ഷയിലേക്കും
താൻ മുഖാന്തരം അഭിഷേകത്തിലേക്ക് വന്ന ഒരാൾ നഷ്ടപ്പെട്ടു എന്ന് കാണുമ്പോൾ ശരിയായിരിക്കും ദുഃഖം വരും. പക്ഷെ ദൈവം പറഞ്ഞു, നീ ഇനിങ്ങനെ ദുഃഖിച്ചിരിക്കണ്ട, നീ ഒരു കാര്യം ചെയ്യ്, ഒരുവൻ പോയി എങ്കിൽ ഞാൻ മറ്റൊരുത്തനെ തിരഞ്ഞെടുക്കും. അങ്ങനെ ശമൂവേൽ പ്രവാചകൻ കൊമ്പിൽ തൈലം നിറച്ച് ബേത്ലഹേമിലേക്ക് പോയി എന്നും അങ്ങനെ യിശായിയുടെ മക്കളിൽ നിന്ന് ഒരുവനായ ഇളയവനായ ദാവീദിനെ അഭിഷേകം ചെയ്തു എന്നും നാം തിരുവചനത്തിൽ വായിക്കുന്നു. ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെ പുസ്തകം 16-ാം അധ്യായം 13-ാമത്തെ വാക്യം. അങ്ങനെ ശമൂവേൽ തൈലക്കൊമ്പെടുത്ത് അവരുടെ സഹോദരന്മാരുടെ നടുവിൽ വെച്ച് ദാവീദിനെ അഭിഷേകം ചെയ്തു. യഹോവയുടെ ആത്മാവ് അന്ന് മുതൽ ദാവീദിന് മേൽ വന്നു. അന്ന് മുതൽ ഒരു പ്രത്യേക സമയം, ഒരു പ്രത്യേക ഡേറ്റ്, ഒരു പ്രത്യേക സമയം. അതേ, ദൈവാത്മാവ് നമ്മിൽ വരുന്ന ഒരു പ്രത്യേക സമയം. അങ്ങനെ ഒരു സമയം നമ്മുടെ ജീവിതത്തിൽ വേണം. എൻ്റെ ഉള്ളിലും ആത്മാവ് ഉണ്ടായിരിക്കും, ഉണ്ടാകുമായിരിക്കും എന്നൊക്കെ ചിന്തിച്ചൂഹിച്ചല്ല പോകേണ്ടത്. ദൈവാത്മാവ് ഒരുവൻ്റെ മേൽ വരുമ്പോൾ അവനും തിരിച്ചറിയും, മറ്റുള്ളവർക്കും തിരിച്ചറിയാനിടയാകും. സ്തോത്രം. കാരണം വൃക്ഷത്തെ അതിൻ്റെ ഫലം കൊണ്ട് അറിയാം. എൻ്റെ ഉള്ളിൽ ആത്മാവ് ഉണ്ട് എന്ന് നാം കൂടെ പറയേണ്ടതല്ല. ആത്മാവിൻ്റെ ഫലം നമ്മിൽ പുറപ്പെടുമ്പോൾ ദൈവാത്മാവ് നമ്മിൽ ഉണ്ടെന്ന് മറ്റുള്ളവർക്ക് അറിയാനിടയാകും. കർത്താവിന് സ്തോത്രം. വൃക്ഷത്തെയാണ് ഫലം കൊണ്ട് അറിയേണ്ടത്. കർത്താവിന് സ്തോത്രം. ആത്മാവുണ്ടെങ്കിൽ ആത്മാവിൻ്റെ ഫലം പുറപ്പെടുവിക്കും. കർത്താവിന് സ്തോത്രം. അങ്ങനെ യഹോവയുടെ ആത്മാവ് അന്നു മുതൽ ദാവീദിന്റെ മേൽ വന്നു. പ്രിയപ്പെട്ടവരെ, വേദപുസ്തകത്തിൻ്റെ താളുകളിൽ എഴുതിയിരിക്കുന്ന ചിലരുടെ മേൽ മാത്രമല്ല ദൈവാത്മാവിനെ ദൈവം അയക്കുന്നത്. മോനെ, നിൻ്റെ മേലും തൻ്റെ ആത്മാവിനെ അയക്കാൻ ദൈവത്തിന് താല്പര്യമാണ്. മകളെ, നിൻ്റെ മേലും ആത്മാവ് വരും. യവനക്കാരാ, നിൻ്റെ മേലും ആത്മാവ് വരും. കുഞ്ഞു കുട്ടിയായിരിക്കുന്ന പ്രിയപ്പെട്ട വിദ്യാർത്ഥി, നിൻ്റെ മേലും ആത്മാവ് വരും. അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിൻ്റെ മേലും എൻ്റെ ആത്മാവിനെ പകരുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം. നാം അന്ത്യകാലഘട്ടത്തിലൂടെ മുന്നോട്ട് പോവുകയാണ്. അന്ത്യകാലഘട്ടത്തിൽ ഈ യോവേൽ പ്രവാചകനിലൂടെ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് പറഞ്ഞു, അന്ത്യകാലത്ത് ഞാൻ സകല ജഡത്തിന്മേലും എൻ്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. എന്തെല്ലാം വാഗ്ദത്തങ്ങളാണ്. ദാവീദിന്റെ മേൽ ആത്മാവ് വന്നു. പിന്നീട് നാം മുന്നോട്ട് വരുമ്പോൾ ഈ ദാവീദിലൂടെ എന്തെല്ലാം അത്ഭുതങ്ങളാണ് ദൈവം ചെയ്തത്. ദാവീദിലൂടെ ഗോലിയാത്തിനെ ദൈവം കീഴടക്കി. കർത്താവിന് സ്തോത്രം. ദാവീദിലൂടെ ദുരാത്മബാധിതനായിരുന്ന അന്നത്തെ രാജാവായിരുന്ന ശൗലിൽ നിന്ന് ദുരാത്മാക്കൾ ഇറങ്ങി ഓടുവാനിടയായി. ദാവീദ് ആത്മനിറവിൽ കിന്നരം വായിക്കുമ്പോൾ ശൗലിൽ നിന്ന് ദുരാത്മാക്കൾ ഇറങ്ങിപ്പോകും. അങ്ങനെ ആത്മാവിൻ്റെ പ്രകടമായ ചില പ്രവർത്തനങ്ങൾ നമുക്ക് ദാവീദിലൂടെ കാണാൻ കഴിയും. എത്രയോ യുദ്ധങ്ങൾ ദാവീദ് നടത്തി. നാം പിന്നീട് പലപ്പോഴുമായിട്ട് വായിക്കുന്നത് സിക്ലാഗിൽ ഒരിക്കൽ ദാവീദ് സിക്ലാഗിലേക്ക് വരുമ്പോൾ സിക്ലാഗ് ആ ദേശം തീ വെച്ച് ചുട്ടിരിക്കുന്നത് കണ്ടു. തൻ്റെ ഭാര്യമാരെയും മക്കളെയും ആടുമാടുകളും സമ്പത്തുകളെല്ലാം അമാലേക്കർ കവർന്നുകൊണ്ടുപോയി. ആ സമയം ദാവീദ് ദൈവസന്നിധിയിലേക്ക് കടന്നു ചെന്ന് തന്നിലുള്ള ആത്മാവിൻ്റെ കൃപാവരത്തിൽ നിന്നുകൊണ്ട് ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നു. അങ്ങനെ ആത്മാവിൻ്റെ നിറവ് ദാവീദിലൂടെ പല മേഖലകളിൽ നമുക്ക് കാണാൻ കഴിയും. ദൈവം നേരിട്ട് സംസാരിക്കുന്നു, ദൈവം നേരിട്ട് ഇടപെടുന്നു. നീ പോകുകയും നീ നഷ്ടപ്പെട്ടതെല്ലാം മടക്കിക്കൊണ്ടുവരികയും ചെയ്യുമെന്ന് ദൈവം അരുളപ്പാട് കൊടുക്കുന്നു. അങ്ങനെ ദാവീദ് അമാലേക്കിനെ പിന്തുടർന്നു. ഡേവിഡ് റിക്കവേർഡ് ഓൾ എന്ന തിരുവചനത്തിലുണ്ട്. ദാവീദ് എല്ലാം മടക്കിക്കൊണ്ടുവന്നു. എങ്ങനെ? പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകത്താൽ. ഏതെല്ലാം പ്രതിസന്ധികളിലൂടെ ദാവീദ് പോകേണ്ടി വന്നു, അപ്പോഴെല്ലാം പരിശുദ്ധാത്മാവിനെ ഗൈഡ് ചെയ്തു. ഞാൻ പറയട്ടെ, ദാവീദിന്റെ ജീവിതത്തിൽ ചില പരാജയങ്ങൾ വന്നപ്പോഴും ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ള നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ അടുക്കിലേക്ക് അയച്ചു. എന്തുകൊണ്ട്? അന്ന് 1-ാമത്തെ രാജാവായ ശമൂവേലിനെ ദൈവം തൻ്റെ ആത്മാവിൽ നിറച്ച് ശൗലിൻ്റെ അടുക്കിലേക്ക് അയച്ചുവെങ്കിലും ശൗൽ അത് വേണ്ടതുപോലെ കൈക്കൊണ്ടില്ല. എന്നാൽ നമുക്ക് കാണാൻ കഴിയും, നാഥാൻ പ്രവാചകനെ ആത്മാവിൽ നിറച്ച് തൻ്റെ ദൂതുമായി ദാവീദിന്റെ അടുക്കിലേക്ക് ദൈവം പറഞ്ഞു വിടുന്നു. പക്ഷേ ദാവീദ് അത് സ്വീകരിക്കുകയാണ്. ആ മനുഷ്യൻ നീ തന്നെ, ആ കുറ്റക്കാരനായ മനുഷ്യൻ നീ തന്നെ, ആ ദ്രവ്യാഗ്രഹിയായ, ആ വ്യഭിചാരിയായ, കൊലപാതകനായ, മദ്യപാനിയായ മനുഷ്യൻ നീ തന്നെയെന്ന് മുഖത്തു നോക്കി നാഥാൻ പ്രവാചകൻ പറയുമ്പോൾ ദാവീദ് അവിടെ സിംഹാസനത്തിൽ താഴെ ഇറങ്ങി പരിശുദ്ധാത്മാവിന്റെ വ്യാപാരത്തിന് മുമ്പിൽ എളിമപ്പെടുകയാണ്. ഞാൻ നിങ്ങളോടൊരു വലിയ ആത്മീയ മർമ്മം പറയാം. നിങ്ങൾക്ക് ആത്മീയമായും
ഭൗതികമായും വിജയം വേണമോ, ഉന്നത സ്ഥാനങ്ങളിലേക്ക് നിങ്ങൾക്ക് കരയേറണമോ, ആത്മീയമായ ഉന്നത വഴികളിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണമോ, എന്നും പരിശുദ്ധാത്മാവിനെ അനുസരിക്കണം. പരിശുദ്ധാത്മാവിന് കീഴടങ്ങിയിരിക്കണം. സ്വന്തം ബുദ്ധിയും സ്വന്തം ചോദ്യങ്ങളും സ്വന്തം ആലോചനകളും സ്വന്തം കഴിവുകളെല്ലാം എല്ലാ മനുഷ്യർക്കുമുണ്ട്. പക്ഷേ അതെല്ലാം താഴെ വെച്ചിട്ട് കർത്താവേ എൻ്റെ വഴി വേണ്ട, അവിടുത്തെ പരിശുദ്ധാത്മാവ് എന്താഗ്രഹിക്കുന്നു ആ വഴിയിലൂടെ ഞാൻ പോകുമെന്നുള്ള ആ ഒരു എളിമ നമുക്കുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവ് നമ്മെ ഗൈഡ് ചെയ്യും. ദാവീദും ശൗലും തമ്മിലുള്ള വ്യത്യാസം അതാണ്. ദാവീദ് പോയതുപോലെ പ്രകടമായ വ്യഭിചാരത്തിന് ശൗൽ പോയില്ല. വേദപുസ്തകം അങ്ങനെ പറയുന്നില്ല. ദാവീദിന് പറ്റിയതുപോലുള്ളതായ വീഴ്ചകളും അബദ്ധങ്ങളൊന്നും ശൗലിന് പറ്റിയില്ല. പക്ഷേ ശൗലിൻ്റെ ജീവിതത്തിൽ അവന് പറ്റിയ ഏറ്റവും വലിയ കാതലായ കാര്യം പരിശുദ്ധാത്മാവ് ഇറങ്ങി നിൽക്കുന്ന തൻ്റെ വ്രതൻ്റെ നാവിലൂടെ ദൈവം തൻ്റെ ദൂത് കൊടുത്തു. അവനത് കളിയായിട്ട് കണ്ടു, ഗൗരവമായി കണ്ടില്ല, അനുസരിച്ചില്ല. കർത്താവിൻ്റെ സ്തോത്രം. ഞാൻ ഇനിയും അത് ചകഞ്ഞെടുത്ത് നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല. അനുസരണക്കേട്, ഒരു ചെറിയ അനുസരണക്കേടേ വന്നുള്ളൂ. നമ്മുടെ മനുഷ്യ ബുദ്ധിയിൽ തോന്നും ഒരു ചെറിയ കാര്യമല്ലേ, അതിന് ഇത്രമാത്രം പറയാനെന്തുണ്ട് അല്ലേ? ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ, കർത്താവിൻ്റെ സ്തോത്രം, ചിലപ്പോൾ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഗൗരവമാകും. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നല്ല ശക്തമായും വീര്യമായും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്, ഞാൻ അനുഭവിച്ചിട്ടുമുണ്ട്. ആത്മാവിൻ്റെ തീക്ഷ്ണതയോടെ, ആത്മാവിൻ്റെ ഗൗരവത്തോടെ, പരിശുദ്ധാത്മാവിൻ്റെ ആ ഒരു വലിയ ഗൗരവത്തുള്ള കോപത്തോടെ ഇടപെടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. കർത്താവിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, അതും ദൈവത്തിൻ്റെ സ്നേഹമാണ്. ദൈവം ഏതെല്ലാം വഴികളിലൂടെ ഇടപെടും നമുക്കറിയില്ല. എപ്പോഴും താലോലിച്ച് സ്നേഹമായി മധുരമായി ചിലപ്പോൾ ഇടപെടണമെന്നൊന്നുമില്ല. അത് നമ്മുടെ ചിന്തയാണ്, നമ്മുടെ ബുദ്ധിയാണ്. അങ്ങനെയൊക്കെ എന്നോട് ഇടപെടണമെന്ന് എന്തുകൊണ്ടാണെന്നറിയാമോ? അത് ചിന്തിക്കുന്നത് പോലും സ്വയത്തിൻ്റെ വലിയൊരു വ്യാപാരം ഉള്ളതുകൊണ്ടാണ്. എന്നോട് സോഫ്റ്റായി ഇടപെടണം, എന്നോട് മറ്റാരുടെയും മുമ്പിൽ വെച്ച് എന്നെ വഴക്ക് പറയരുത്, എന്നോട് റഫായിട്ട് പറയരുത്, ഞാൻ നല്ലതാണെന്ന് പറഞ്ഞുകൊള്ളണം, നീ മോനെ മിടുക്കനാണെന്ന് പറയണം. ഇതെല്ലാമാണ് നമ്മുടെ ഉള്ളിലെ ആഗ്രഹം. ഈ ആഗ്രഹം പോലും വരുന്നത് നമ്മിലുള്ള സ്വയത്തിൻ്റെ വ്യാപാരമാണ്. ഞാൻ എന്ന മനുഷ്യൻ, ഞാൻ, എന്നോട്, അതാണ്. എന്നാൽ പരിശുദ്ധാത്മാവെ എന്നോട് എങ്ങനെ വേണമെങ്കിലും ഇടപെട്ടോ എന്ന് പറഞ്ഞ് അങ്ങ് ഇട്ടുകൊടുക്കുമ്പോഴാണ് പരിശുദ്ധാത്മാവ് ചിലപ്പോൾ ഗൗരവമായി സംസാരിക്കും. ഒരാളോട് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഏതെങ്കിലും വ്രതനിലൂടെ ഗൗരവമായി സംസാരിക്കുന്നുണ്ടെങ്കിൽ ഓർത്തുകൊള്ളൂ, അവരെക്കുറിച്ച് ദൈവത്തിന് വലിയ പ്രതീക്ഷയുള്ളതുകൊണ്ടാണ്. അവരോട് സംസാരിച്ചാൽ എങ്ങനെയേ അവർ ഉയർന്നു വരുമെന്നുള്ള ദൈവിക പ്രതീക്ഷയാണത്. കർത്താവിന് സ്തോത്രം. അത് വേറൊരു ടോപ്പിക്കാണല്ലോ, ഞാൻ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ദാവീദിനോട് ഗൗരവമായി ഇടപെട്ടു. ആ ദുഷ്ടനായ മനുഷ്യൻ നീ തന്നെ, ആ വ്യഭിചാരിയായ മനുഷ്യൻ നീ തന്നെ, ആ കൊലപാതകനായ മനുഷ്യൻ നീ തന്നെ, സ്വന്തം സേനയിലുള്ളതായ ഒരു ഭടനുള്ള ആത്മാർത്ഥത പോലും രാജാവായി നിനക്ക് ഇല്ലല്ലോ എന്ന് ചൂണ്ടിക്കാണിച്ചു കൊടുത്തു. തൻ്റെ ഭടന്മാരുടെ കൂട്ടത്തിലുള്ള ഊരിയാവ്, ആ ഊരിയാവിന് എത്ര ആത്മാർത്ഥതയുണ്ട്! ആ ഊരിയാവിൻ്റെ പോലും ആത്മാർത്ഥതയില്ലാതെ ദാവീദ് പെരുമാറുവാൻ തക്കവണ്ണം ആത്മീയമായി ദാവീദ് താണുപോയി എന്ന് ദാവീദിന് ഈ പരിശുദ്ധാത്മാവിലൂടെ ദൈവത്തിൻ്റെ വ്രതം സംസാരിച്ചപ്പോൾ മനസ്സിലായി. അപ്പോൾ ദാവീദ് എന്താണ് ചെയ്തത്? നെടുമ്പാട് വീണ് കരയുകയാണ്. അതാണ് 51 സങ്കീർത്തനം. ദൈവമേ, നിൻ്റെ കൃപപ്രകാരം എന്നോട് കരുണ ചെയ്യണമേ, നിൻ്റെ കരുണയുടെ ബഹുത്വപ്രകാരം എൻ്റെ ലംഘനങ്ങളെ മായ്ച്ചു കളയണമേ. ഞാൻ നിന്നോട് തന്നെ പാപം ചെയ്തു, എൻ്റെ ലംഘനങ്ങൾ നിൻ്റെ മുമ്പാകിയിരിക്കുന്നു, എൻ്റെ പാപം എപ്പോഴും എൻ്റെ കൺമുമ്പിൽ കാണുന്നു. ശൗലിന് ശമൂവേൽ പാപബോധം കൊടുത്തപ്പോൾ ന്യായീകരണം പറഞ്ഞു. ഇത് എന്ന് 100 കൂട്ടം ന്യായീകരണം പറഞ്ഞു. പക്ഷേ ദാവീദിൻ്റെ ജീവിതത്തിൽ ഒരു കുറ്റബോധം കൊടുത്തപ്പോൾ ഒരു ന്യായീകരണവും പറയുന്നില്ല. ഒരു വാസ്തവമായ ആത്മീയ ജീവിതത്തിൻ്റെ ഒരു യഥാർത്ഥ പിക്ചറാണ് ശൗലിലൂടെയും ദാവീദിലൂടെയും ഇവിടെ കാണുന്നത്. ദൈവാത്മാവ് ഒരു കർഷം കൊടുത്തിട്ട് അതിനെ എതിർക്കുകയും ന്യായീകരണം പറയുകയും ചെയ്ത ശൗൽ, അഹങ്കാരിയായ ശൗൽ, സ്വയത്തിൻ്റെ വ്യാപാരത്തിൻ്റെ അടിമയായ ശൗൽ. എന്നാൽ ദാവീദിൻ്റെ ജീവിതത്തിൽ വളരെ കർക്കശമായി ദൈവത്തിൻ്റെ ആത്മാവ് ഇടപെട്ടപ്പോഴും എളിമപ്പെട്ടു. ആ മനുഷ്യൻ നീ തന്നെ എന്ന് പറഞ്ഞപ്പോൾ അവിടുത്തെ രാജാവാണ്, സിംഹാസനത്തിൽ ഇരുന്നില്ല, താഴെ ഇറങ്ങി, ഞാൻ യഹോവയോട് പാപം ചെയ്തു പോയല്ലോ എന്ന് പറഞ്ഞ് കരയുകയാണ്. കർത്താവേ, നിൻ്റെ ആത്മാവിനിൽ നിന്ന് എടുക്കുകയും വരുതേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. രക്ഷയുടെ സന്തോഷം എനിക്ക് തിരികെ തരണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ പ്രിയരെ, ഇത് പ്രസംഗത്തിൻ്റെ വാക്കുകളായിപ്പോയാൽ പോരാ. നമ്മുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെടും. അന്ന് ദാവീദിനോട് ഇടപെട്ട പരിശുദ്ധാത്മാവ്, ശൗലിനോട് ഇടപെട്ട പരിശുദ്ധാത്മാവിന് മാറ്റമില്ല. പരിശുദ്ധാത്മാവ് എന്നും ഇടപെടും. പരിശുദ്ധാത്മാവ് ശുദ്ധീകരിക്കുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് കറക്റ്റ് ചെയ്യുന്ന ആത്മാവാണ്. പരിശുദ്ധാത്മാവ് ശരിയായ വഴിയിലൂടെ നമ്മെ നടത്തുവാൻ അധ്വാനിക്കുന്ന ആത്മാവാണ്.
ഞാനും രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു, ഞാനും അന്യഭാഷ പറയുന്നു, എന്നെ ആരും കറക്റ്റ് ചെയ്യണ്ട, എനിക്ക് കൃപാവരമുണ്ട്, എന്നെയാണോ നിങ്ങൾ കറക്റ്റ് ചെയ്യുന്നത്? ആ മനോഭാവം വലിയ അപകടമാണ്. ഏതൊരു കൊച്ചുകുട്ടി കറക്റ്റ് ചെയ്യാൻ പറഞ്ഞാലും കറക്റ്റ് ചെയ്തുകൊള്ളണം. ഞാൻ ഞങ്ങളുടെ കൂട്ടായ്മയിൽ, ഞങ്ങളുടെ കൂടിവരവിൽ കൊച്ചു കുട്ടികളെ കൊണ്ടുപോലും പ്രാർത്ഥിപ്പിക്കാറുണ്ട്. പ്രാർത്ഥിക്കും, കുഞ്ഞുങ്ങളോട് പ്രാർത്ഥിക്കാൻ പറയും. ചില സമയങ്ങളിൽ കുഞ്ഞുങ്ങളുടെ നാവിലൂടെ പോലും ചില അഭിഷേകത്തിൻ്റെ വാക്കുകൾ കേൾക്കുമ്പോൾ ഞാൻ ആത്മാവിൽ ആനന്ദിക്കാറുണ്ട്. കാരണം അവരിലൂടെ പോലും വ്യാപരിക്കുന്ന പരിശുദ്ധാത്മാവിനെ ഞാൻ ബഹുമാനിക്കുന്നു. ആളുടെ വലിപ്പം നോക്കിയിട്ടല്ല, ആളുടെ ഈ ഭൂമിയിലുള്ള അംഗീകാരം നോക്കിയിട്ടല്ല. പരിശുദ്ധാത്മാവ് ആരിലൂടെ സംസാരിക്കും? നിരക്ഷര കുട്ടികളായ മനുഷ്യരിലൂടെ സംസാരിക്കും. വലിയ സമ്പന്നന്മാരിലൂടെ ആവണമെന്നില്ല. ഒരു പാവപ്പെട്ടവരിലൂടെ ദൈവാത്മാവ് സംസാരിക്കും. നമ്മുടെ മനോഭാവം എന്ത്? സ്തോത്രം. ആരിലൂടെ ദൈവാത്മാവ് സംസാരിച്ചാലും ഞാനത് ഏറ്റെടുക്കാറുണ്ട്. കർത്താവിന് സ്തോത്രം. ആരാണെന്ന് ഞാൻ നോക്കാറില്ല, മുൻവിധിയോടെ കാണാറില്ല. ദൈവത്തിൻ്റെ കൃപയാൽ പരിശുദ്ധാത്മാവാണോ സംസാരിച്ചത്? യേസ് ലോർഡ് എന്ന് ഞാൻ പറയാറുണ്ട്. തികഞ്ഞിട്ടല്ല പറയരുത്, തികഞ്ഞിട്ടൊന്നുമല്ല ഞാൻ പറയുന്നത്. പക്ഷേ എനിക്ക് പരിശുദ്ധാത്മാവിനെ സ്നേഹമാണ്, പരിശുദ്ധാത്മാവിനെ റെസ്പെക്റ്റാണ്, എനിക്ക് പരിശുദ്ധാത്മാവിനെ ഭയവുമാണ്. ഭയം എന്ന് പറഞ്ഞാൽ പേടിച്ച് അങ്ങനെയല്ല. പക്ഷേ ഇലക്ട്രിസിറ്റി വളരെ അനുഗ്രഹമാണ്. 11 kV 110 kV അങ്ങനെ ഒത്തിരി ലൈനിലൂടെ പോകും. ഇലക്ട്രിസിറ്റി നല്ലതാണ്. ഫാൻ ഇടാം, AC ഇടാം, സൗണ്ട് കിട്ടും, സൗണ്ട് ഓപ്പറേറ്റ് ചെയ്യുക, അങ്ങനെ 100,000 കാര്യങ്ങൾ ചെയ്യാൻ നല്ലതാണ് ഇലക്ട്രിസിറ്റി. പക്ഷെ കയറി പിടിച്ചാൽ കൈപൊള്ളും, കറണ്ട് അടിക്കും, ചിലപ്പോൾ മരണം സംഭവിക്കാം. കർത്താവിന് സ്തോത്രം. അതുകൊണ്ട് കളിയായി പരിശുദ്ധാത്മാവിനെ കാണരുത്. സ്തോത്രം. ദാവീദിൻ്റെ ജീവിതത്തിൽ ദാവീദിൻ്റെ നന്മയുടെ എല്ലാ ഉറവിടം ഈ ദൈവത്തിൻ്റെ ആത്മാവിനോടും ദൈവത്തിൻ്റെ വ്രതന്മാരോടുമുള്ള ആ ഉള്ളിലുള്ളതായ വലിയ ദാഹമായിരുന്നു. ഭൂമിയിലുള്ള വിശുദ്ധന്മാരോ അവർ എനിക്ക് പ്രസാദമുള്ള ശ്രേഷ്ഠന്മാർ തന്നെ. ഈ ഒരു മനോഭാവം വേണം. ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിച്ചാൽ നാം കേൾക്കണം. ദാവീദിൻ്റെ ജീവിതത്തിൽ പിൽക്കാലത്ത് അപ്പോസ്തല പ്രവൃത്തികളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തി ദാവീദിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു എന്ന്. എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്. എൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായിരുന്നു ദാവീദ് എന്ന് പറയാൻ കാരണം, അതിൻ്റെ മർമ്മം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം, രഹസ്യം പറഞ്ഞു തരാം. ദാവീദ് രാജാവായതുകൊണ്ടൊന്നുമല്ല, ദാവീദിന് പണമുണ്ടായിരുന്നുകൊണ്ടല്ല, ദാവീദ് ആലയം പണിയാൻ ഒരുമ്പെട്ടതുകൊണ്ടൊന്നുമല്ല. ദാവീദ് പരിശുദ്ധാത്മാവിനോടുള്ള തൻ്റെ മനോഭാവം കൃത്യമാക്കി. അത് വലിയൊരു മർമ്മമാണ്. മോനെ, നീ എത്ര വലിയ ശുശ്രൂഷക്കാരനാണെങ്കിലും, നീ എത്രമാത്രം ദൈവവേലയ്ക്ക് കൊടുക്കുന്നവനാണെങ്കിലും, നീ എത്രമാത്രം സമയം ദൈവവേലയ്ക്ക് ചെലവഴിക്കുന്നവനാണെങ്കിലും, നിനക്ക് പരിശുദ്ധാത്മാവിൻ്റെ മുന്നിൽ ഒരു വിനയമില്ലെങ്കിൽ, ഒരു എളിമയില്ലെങ്കിൽ, ഒരു താഴ്മയില്ലെങ്കിൽ, ഒരു അനുസരണ മനോഭാവം ഇല്ലെങ്കിൽ, നിൻ്റെ ജീവിതത്തിൻ്റെ ഓരോ സ്റ്റെപ്പും അപകടത്തിലേക്കാണെന്ന് ഓർത്തോളണം. സ്തോത്രം. എന്നാൽ ജീവിതത്തിൽ എന്തെല്ലാം പോരായ്മയുണ്ടെങ്കിലും, എന്തെല്ലാം കുറവുണ്ടെങ്കിലും, ദൈവാത്മാവിനോടുള്ള അനുസരണവും അംഗീകരണവും ദൈവാത്മാവിൻ്റെ ആലോചനകൾക്കുള്ള കീഴ്പ്പെടലുണ്ടെങ്കിൽ മോനെ നിൻ്റെ ജീവിതത്തിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. ഹല്ലേലൂയ. ദാവീദ് ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി. ദാവീദിൻ്റെ അവസാന കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ശമൂവേൽ പ്രവാചകൻ്റെ പുസ്തകം 2-ാം അധ്യായം അതിൻ്റെ 23-ാമത്തെ അധ്യായം വായിക്കുമ്പോൾ ദാവീദിൻ്റെ അന്ത്യവാക്യങ്ങൾ ഇവയാണെന്ന് പറഞ്ഞ് അവിടെ എഴുതുമ്പോൾ ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ, ഇസ്രായേലിൽ മധുരഗായകൻ തന്നെ. എൻ്റെ 2-ാം വാക്യത്തിൽ പറയുകയാണ്, യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു. ഇസ്രായേലിൻ്റെ 1-ാമത്തെ രാജാവായ ശൗൽ ഗിൽബോവ പർവ്വതത്തിൽ പട്ടുപോയി, ശൗലും തൻ്റെ പുത്രന്മാരും. എന്നാൽ ദാവീദിൻ്റെ അവസാന കാലത്ത് പറയുകയാണ്, ഇശായി പുത്രൻ ദാവീദ് ചൊല്ലുന്നു, ഔന്നത്യം പ്രാപിച്ച പുരുഷൻ ചൊല്ലുന്നു, യാക്കോബിൻ ദൈവത്താൽ അഭിഷിക്തൻ ചൊല്ലുന്നു, ഇസ്രായേലിൻ്റെ മധുരഗായകൻ ചൊല്ലുന്നു. അവസാന വാക്കുകൾ, ദ ലാസ്റ്റ് വേർഡ്സ് ഓഫ് ഡേവിഡ്. എന്താണത്? യഹോവയുടെ ആത്മാവ് എന്നിൽ സംസാരിക്കുന്നു, അവൻ്റെ വചനം എൻ്റെ നാവിന്മേലിരിക്കുന്നു എന്ന് പറഞ്ഞ് ദാവീദ് തൻ്റെ അവസാനത്തെ വാക്കുകൾ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. എൻ്റെ പ്രിയരെ, ആത്മഗോളത്തിലെ വലിയൊരു അത്ഭുതമാണിത്. വലിയൊരു ഇമ്പോർട്ടൻ്റ് കാര്യമാണത്. നമ്മുടെ ജീവിതത്തിൽ ഒന്നും പറ്റിയില്ലെങ്കിൽ സാരമില്ല. നിങ്ങൾ വലിയ BD ഡിഗ്രിയോ അല്ലെങ്കിൽ BTHോ MDയോ എടുത്തില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. ബൈബിളിലെ ഒരുപാട് കാര്യങ്ങൾ അറിയില്ലല്ലോ എന്ന് വിചാരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട. റെഫറൻസ് ഒന്നും അറിയില്ല, അല്ലെങ്കിൽ വലിയ റെഫറൻസ് ബുക്കുകൾ വായിച്ചിട്ടില്ല, ഇല്ലെങ്കിൽ ബൈബിളിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വലിയ ബുക്കുകളോ വലിയ പഠനങ്ങളോ ഒന്നും നടത്തിയിട്ടില്ല, അയ്യോ എനിക്കൊരു കുറവാണെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ട പ്രിയരെ.
പരിശുദ്ധാത്മാവിൻ്റെ വഴികളോടുള്ള ചേർച്ച നിനക്കുണ്ടെങ്കിൽ മോനെ, നിനക്കത് മതി. അത് സ്വത്താണ്, അത് നിധിയാണ്. കർത്താവിന് സ്തോത്രം. ഞങ്ങളുടെ കൂടെയുള്ളതായ ദൈവമക്കളോട് ഞാൻ കൂടെ പറയാറുണ്ട്. ഒന്നുമില്ലെങ്കിലും പരിശുദ്ധാത്മാവിലുള്ളൊരു വിശ്വാസം, പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിലുള്ളതായ ഒരു വിശ്വാസം, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന മൺകൂടാരങ്ങളെ വെറുതെ തല്ലിത്തകർക്കാതെ, ദൈവത്തിൻ്റെ അഭിഷിക്തരായിട്ടുള്ളവരെക്കുറിച്ച് ലോകം എന്തെല്ലാം പറഞ്ഞാലും അതൊന്നും വിശ്വസിക്കാതെ, അതൊന്നും കേട്ട് നമ്മുടെ ആത്മീയ ജീവിതം ഇരുട്ടാക്കി കളയാതെ എന്നും വെളിച്ചത്തിൻ്റെ ആത്മാവിനോട് ചേർന്ന് നിൽക്കണമെന്ന് ഞാൻ പറയാറുണ്ട്. കാരണം അതാണ് ആത്മീയ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ പിന്നെ എത്ര വലിയവനും താഴെ വീഴും. ആകാശത്തിൽ കൂടി വെച്ചാലും താഴെ വീഴും. പരിശുദ്ധാത്മാവ് മാറിയാൽ പിന്നെ അനുതാപമില്ല. പരിശുദ്ധാത്മാവ് മാറിയാൽ പിന്നെ പാപബോധമില്ല. പരിശുദ്ധാത്മാവ് മാറിയാൽ പിന്നെ ജീവിതം മരവിച്ചു പോകും. പരിശുദ്ധാത്മാവ് മാറിയാൽ എത്ര പാപം ജീവിതത്തിൽ വന്നാലും പാപബോധം കിട്ടുകയില്ല. കുഷ്ഠരോഗിയെ പോലെയാകും. കുഷ്ഠരോഗിയുടെ കയ്യിൽ ഒരു വലിയ മുറിവുണ്ടായാൽ അവൻ അറിയില്ല. കുഷ്ഠരോഗിയുടെ കുഷ്ഠമുള്ള കയ്യിൽ നിന്ന് അല്പം മുറിച്ചു മാറ്റിയാൽ അറിയില്ല, കാരണം കുഷ്ഠമാണ്. ഇതുപോലെയാണ് പരിശുദ്ധാത്മാവ് മാറിപ്പോയാൽ ആത്മീയ കുഷ്ഠം വരും, അറിയില്ല, സെൻസിറ്റിവിറ്റി പോകും. നമുക്കിന്ന് ഒരു ചെറിയ പാപം വരുമ്പോഴും, ഒരു 10 പൈസയിൽ തെറ്റ് വരുമ്പോഴും, ഒരു വ്യാജം പറയാൻ തുടങ്ങുമ്പോഴും, അല്ലെങ്കിൽ ഒരു നോട്ടത്തിൽ ഒരു അഴുക്ക് വ്യാപരിക്കാൻ തുടങ്ങുമ്പോഴും നമ്മുടെ ഉള്ളിൽ ഒരു ഞരക്കം വരുന്നത്, ഒരു തകർച്ച വരുന്നത്, അയ്യോ എന്നുള്ള ചിന്ത വരുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മുടെ കേമം കൊണ്ടൊന്നുമല്ല. പരിശുദ്ധാത്മാവ് ഉള്ളിലിരുന്ന് നമ്മളോട് സംസാരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് ഇടപെടുന്നതുകൊണ്ടാണ്. ആ പരിശുദ്ധാത്മാവ് മാറിയാൽ പിന്നെ ആരുണ്ട് പ്രിയരെ ആത്മഗോളത്തിൽ? എല്ലാം വട്ടപൂജ്യം. ഇന്ന് ആരെങ്കിലും ശുശ്രൂഷ രംഗത്ത് തിളങ്ങുന്നുണ്ടെങ്കിൽ, മോനെ, നിൻ്റെ വാക്കുകളുടെ തിളക്കമല്ല, പരിശുദ്ധാത്മാവാണ് നിനക്ക് അതിനുള്ള യോഗ്യത തന്നത്. അതുകൊണ്ട് എന്നും ആദരിച്ചുകൊള്ളുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ എടുത്തിരിക്കുന്ന ഒരു വ്രതമാണത്. എൻ്റെ കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ഒരു കാര്യം പറഞ്ഞു തന്നാൽ, അതൊരു ദൂതാകട്ടെ, അതൊരു ശാസനയാകട്ടെ, ഒരു തർജ്ജനമാകട്ടെ, അതൊരു തിരുത്തലാകട്ടെ, ഞാൻ എന്നും അനുസരിക്കും കർത്താവേ എന്നുള്ള ആ എളിമയോടെ ഞാൻ എന്നും പ്രാർത്ഥിക്കുകയാണ്. ഞാൻ തികഞ്ഞിട്ടല്ല, ഒരിക്കലുമല്ല, എനിക്കറിയാം. പക്ഷേ എനിക്കറിയാതെല്ലാം വീഴ്ചകളും താഴ്ചകളും കുറ്റങ്ങളും ബലഹീനതകളും വന്നാലും പരിശുദ്ധാത്മാവ് വിട്ടുമാറാതിരുന്നാൽ പരിശുദ്ധാത്മാവ് ഗൈഡ് ചെയ്തുകൊള്ളും. പരിശുദ്ധാത്മാവ് നേർപാതയിൽ കൊണ്ടുവന്നുകൊള്ളും. അത് ചിലപ്പോൾ ഒരു അടി തരും, ചിലപ്പോൾ ഒരു ശാസനയായിരിക്കും, ചിലപ്പോൾ ഒരു തർജ്ജനമായിരിക്കും. അപ്പോൾ ന്യായീകരണം പറയരുത്. ഞാൻ അങ്ങനെയല്ല ചിന്തിച്ചത്, ഞാൻ ഇങ്ങനെയാണ് ചിന്തിച്ചത്, ഞാൻ അങ്ങനെ ചെയ്തില്ല, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. ന്യായീകരണം പറയാതെ ദൈവത്തിന് സന്നിധിയിൽ താണാൽ മോനെ, ദൈവം നിന്നെ ഉയർത്തും. ദാവീദിനെ പോലെ നിസ്സാരതയിൽ നിന്നും, ആടുകളെ നോക്കുന്ന വേലയിൽ നിന്നും, മലഞ്ചെരുവിൽ ആടുകളെ നോക്കൊണ്ട് കയ്യിൽ വെറുതെ ഒരു വടി പിടിച്ചുകൊണ്ട് നടന്ന ദാവീദിൻ്റെ കയ്യിൽ പൊൻചെങ്കോൽ കൊടുത്ത് ദാവീദിൻ്റെ മലകളിലൂടെ നടന്ന് ദാവീദിനെ പൊൻ സിംഹാസനത്തിൽ ഇരുത്തി ഇസ്രായേലിൻ്റെ മധുര ഗായകനാക്കി തീർത്ത്, ഇസ്രായേലിൻ്റെ അഭിഷിക്തനാക്കി തീർത്ത്, തനിക്ക് ബോധിച്ച പുരുഷനാക്കി തീർത്ത്, ദാവീദിനെ ഹല്ലേലൂയ ഒരു ചരിത്രത്തിലെ ഒരു നെറുകയിൽ, ചരിത്രത്തിൻ്റെ നെറുകയിൽ ദൈവത്തിൻ്റെ പ്രിയമകനാക്കി നിർത്തിയ ജീവനുള്ള ദൈവം മോനെ നിന്നെയും നിർത്തും. അതിനിടയാകട്ടെ എന്നാണ് എൻ്റെ പ്രാർത്ഥന. ഇന്ന് ഈ പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കുമ്പോൾ എനിക്കൊന്നേ പറയാനുള്ളൂ, പരിശുദ്ധാത്മാവ് വളരെ സെൻസിറ്റീവാണ്. ആ പരിശുദ്ധാത്മാവിനെ നാം സ്നേഹിക്കണം, പരിശുദ്ധാത്മാവിനെ ബഹുമാനിക്കും. ഞാൻ ഇടയ്ക്കെല്ലാം പറയാറുണ്ട്, ഐ ലവ് യു ഹോളി സ്പിരിറ്റ്, ഐ വെൽക്കം യു ഹോളി സ്പിരിറ്റ്, ഐ ഓണർ യു ഹോളി സ്പിരിറ്റ്, ഐ ഒബേ യു ഹോളി സ്പിരിറ്റ്, ഐ വിൽ ഫോളോ യു ഹോളി സ്പിരിറ്റ്. ഞാനങ്ങനെ പറയാറുണ്ട്. കർത്താവിന് സ്തോത്രം. അങ്ങനെ പരിശുദ്ധാത്മാവിനെ മാനിച്ചും പരിശുദ്ധാത്മാവിനെ അനുസരിച്ചും പരിശുദ്ധാത്മാവിന് കീഴ്പ്പെട്ടും പരിശുദ്ധാത്മാവിൻ്റെ വചനത്തിന് വിധേയപ്പെട്ടും നമുക്ക് ഈ തലമുറയിൽ കർത്താവിനെ ബോധിച്ച മക്കളായി, ഹൃദയപ്രകാരമുള്ള മക്കളായി നമുക്ക് നിൽക്കാം. പരിശുദ്ധാത്മാവ് ശുശ്രൂഷിക്കാൻ നമുക്ക് ബലം തരും, കൃപാവരങ്ങൾ നമ്മിൽ ജ്വലിപ്പിക്കും, ആത്മാവിൻ്റെ ഫലം നമുക്ക് തരും. അങ്ങനെ പരിശുദ്ധാത്മാവാണ് എല്ലാം തരുന്നത്. യേശുവിനെ ഉയർത്താൻ നമുക്ക് ധൈര്യം തരുന്ന പരിശുദ്ധാത്മാവാണ്. കഷ്ടതയുടെ മധ്യത്തിൽ നമുക്ക് ബലം തരുന്ന പരിശുദ്ധാത്മാവാണ്. ഈ പരിശുദ്ധാത്മാവിനെ നമുക്ക് ബഹുമാനത്തോടെ, സ്നേഹത്തോടെ, ആദരവുകളോടെ, പൂർണ്ണ ബഹുമാനത്തോടെ നമുക്ക് സ്നേഹിക്കാം. ത്രിയേക ദൈവത്തെ നമുക്ക് ബഹുമാനിക്കാം. പിതൃപുത്ര പരിശുദ്ധാത്മാവും ദൈവത്തിന് പൂർണ്ണ ബഹുമാനവും മഹത്വം കൊടുത്തുകൊണ്ട് നമുക്കുള്ള കാലം നിൽക്കാം. അങ്ങനെ ഇനിയും തുടർന്ന് നമുക്ക് പരിശുദ്ധാത്മാവിനെക്കുറിച്ച് പഠിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ വിവിധ തലങ്ങൾ, വിവിധ വഴികൾ, പരിശുദ്ധാത്മാവിൻ്റെ വിവിധമായ പ്രവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ഭാവങ്ങൾ,
എല്ലാം നമുക്ക് മനസ്സിലാക്കാം. ഈ ശമൂവേൽ പ്രവാചകൻ്റെ 1-ാമത്തെയും 2-ാമത്തെയും പുസ്തകം നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ക്ലോസ് ചെയ്യാം. 2 രാജാക്കന്മാരെക്കുറിച്ച് നാം പഠിച്ചു. ഒന്ന് പരിശുദ്ധാത്മാവിനെ ആദരിച്ചു, അത് രക്ഷപ്പെട്ടു പോന്നു. മറ്റൊന്ന് പരിശുദ്ധാത്മാവിൻ്റെ വചനം ആദരിച്ചില്ല, നശിച്ചു പോകാനിടയായി. ഈ തിരുവചനം പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുടെ ജീവിതത്തിൽ കാതലായി തീരുമാനമെടുക്കാം. ഞാൻ എന്നെന്നും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ആദരിക്കും, അനുസരിക്കും, കീഴ്പ്പെടും. ആ പരിശുദ്ധാത്മാവിൻ്റെ വചനപ്രകാരം മുന്നോട്ട് പോകും. പരിശുദ്ധാത്മാവിന് വേണ്ടി കാത്തിരിക്കും. ഈ ഭൂമിയിലെ സമ്പത്തിന് വേണ്ടിയിട്ടല്ല, പരിശുദ്ധാത്മാവിനെ ഏറ്റവും വലിയ നിധി എന്ന് കണ്ട് പരിശുദ്ധാത്മാവിനെ പ്രാപിക്കാൻ കൊതിക്കും, ദാഹിക്കും, അതിനുവേണ്ടി പ്രാർത്ഥിക്കും, ഉപവസിക്കും, അതിനുവേണ്ടി കാത്തിരിക്കുമെന്ന ആ വലിയ സമർപ്പണത്തിൽ നമുക്ക് മുന്നോട്ട് പോകാം. അതിന് കർത്താവിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും, എന്നെയും, പ്രിയ മക്കളെയും, നിങ്ങളെയും, പ്രിയ സഹോദരങ്ങളെ നിങ്ങളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും അനുഗ്രഹിച്ചുകൊണ്ടും ഇന്നത്തെ ഈ എപ്പിസോഡ്, ഈ ബൈബിൾ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുന്നു. കർത്താവ് നിങ്ങളേവരെയും നിറപടിയായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. സ്തോത്രം.